NIT ക്യാമ്പസിനകത്ത് അയോധ്യ സൃഷ്ടിക്കാൻ അനുവദിക്കില്ലെന്നും സംഘപരിവാറിന്റെ ഏജൻസി പണിയെടുക്കാൻ ശ്രമിക്കുന്ന ചിലരാണ് ക്യാമ്പസിൽ പ്രശ്നം സൃഷ്ടിക്കുന്നതെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പറഞ്ഞു. ഗാന്ധിഘാതകൻ നാഥുറാം വിനയ് ഗോഡ്സെ സമൂഹമാധ്യമത്തിലൂടെ മഹത്വവൽക്കരിച്ച കോഴിക്കോട് NIT പ്രൊഫസർ ഷൈജ ആണ്ടവനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ NITയിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വസീഫ്. ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ കൊലയാളി നാഥുറാം ഗോഡ്സെയെ പ്രകീർത്തിച്ച് ഫേസ്ബുക്ക് കമന്റിട്ട NIT അധ്യാപിക ഷൈജ ആണ്ടവനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് ഡിവൈഎഫ്ഐ NITയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഷൈജ ആണ്ടവനെ പുറത്താക്കണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. NIT സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ഒരു ഗുജറാത്തും ഒരു ഉത്തർപ്രദേശും സൃഷ്ടിക്കാൻ ഏത് ഡയറക്ടറും രജിസ്ട്രാറും തീരുമാനിച്ചാൽ അവരോടൊന്ന് പറയാനുള്ളത്, ഈ പഞ്ചായത്തിനകത്ത് ഡിവൈഎഫ്ഐക്ക് 5 മേഖലാ കമ്മിറ്റിയുണ്ട്. ആ 5 മേഖലാ കമ്മിറ്റിയിൽ 46 യൂണിറ്റ് ഉണ്ടെങ്കിൽ ആ 46 യൂണിറ്റിന്റെ ധൈര്യത്തിൽ മാത്രം ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, ഒരു ഡയറക്ടറും ഒരു പൊന്നുമോനായിട്ടുള്ള രജിസ്ട്രാറും ഈ ക്യാമ്പസിനകത്ത് ഒരു അയോധ്യ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല എന്ന് തന്നെ പറയും ഡിവൈഎഫ്ഐ. കഴിഞ്ഞ ദിവസം ഷൈജ ആണ്ടവന്റെ വീടിന് മുന്നിൽ ഡിവൈഎഫ്ഐ ഫ്ലെക്സ് സ്ഥാപിച്ച് പ്രതിഷേധിച്ചിരുന്നു. ഷൈജ താമസിക്കുന്ന ചാത്തമംഗലത്തെ വീടിന് മുന്നിലാണ് ഇത് ഗാന്ധിയുടെ രാഷ്ട്രമാണ്, ഗോഡ്സെയുടേതല്ല മാഡം എന്ന ഫ്ലെക്സ് സ്ഥാപിച്ചത്. SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ NITയിലേക്ക് നേരത്തെ മാർച്ച് നടത്തിയിരുന്നു. ഷൈജക്കെതിരെ പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ NIT അധികൃതരിൽ നിന്ന് അച്ചടക്ക നടപടിക്കും സാധ്യതയുണ്ട്. ഷൈജയുടെ വിശദീകരണം കൂടി കേട്ട ശേഷമായിരിക്കും അച്ചടക്ക നടപടി എടുക്കുക. കൈരളി ന്യൂസ്, കോഴിക്കോട്.